ഇത്രയേ ഉള്ളൂ. കുഞ്ഞാപ്പി നമുക്ക് പിന്നെ കുഞ്ഞാപ്പി എന്ന് വിളിക്കാം കേട്ടോ. സോ വെൽക്കം ബാക്ക് ടു നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ഓഫ് ദിസ് ഇൻട്രസ്റ്റിംഗ് ഇപ്പം മാർക്കറ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം. നമ്മൾ ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ള ബെൽമുട കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാറ്റിൻ്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ബെൽമുട ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനം 17 Pro Maxൻ്റെ ലുക്കുള്ള ഈ ഒരു സാധനം, ഈ ഒരു കുഞ്ഞൻ ഫോൺ നിങ്ങൾക്ക് 2 പേർക്ക് തരാനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ പരിപാടികളൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഈ സാധനം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ പീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മിനി 6 എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചാനലിലോട്ട് വേണമെങ്കിൽ ലിങ്ക്സ് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ, അല്ലാതെ വാങ്ങിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഇതിൽ വരുന്നത് 3.75 ഇഞ്ചിൻ്റെ കോഡ് HD ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത്. 4G സപ്പോർട്ടഡ് ആണ് കേട്ടോ. ഇതിൽ ജിയോയുടെ 4G സിമ്മൊക്കെ സപ്പോർട്ട് ചെയ്യും. ഫ്രണ്ട് 5 MP വിത്ത് റിയർ ക്യാമറ 8 MP ആണ് ഇതിനകത്ത് വരുന്നത്. ഫങ്ഷനിങ് ആയിട്ട് ഒരു ക്യാമറ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിൽ പിന്നെ ഒക്ടാകോർ പ്രോസറാണ് ഉള്ളത്. റെസൊല്യൂഷൻ 412x960 പിക്സൽസ് ആണ് വരുന്നത്. മെമ്മറി കാർഡ് 128 GB വരെ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും എന്നാണ് പറയുന്നത്. 128 GB. ഇതിൻ്റെ യൂസിനൊക്കെ ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് കോൾ ആ ഒരു പരിപാടി, കയ്യിലൊരു കുഞ്ഞൻ ഫോൺ ഇരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ആ കുഞ്ഞൻ ഫോൺ എന്നുള്ളൊരു സാധനം വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു 128 GB ഇതിനകത്ത് വലിയ മറ്റേ ഗെയിമിംഗ് പരിപാടി അങ്ങനെ ഇങ്ങനെയൊന്നും നടക്കാത്തത് കൊണ്ട് അങ്ങനെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒരു ഗ്രേ കളറും ഉണ്ട്, ഒരു സിൽവർ കളറും ഉണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സിൽവർ കളർ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഗ്രേ കളറാണോ ഇഷ്ടപ്പെട്ടത്, അത് നമ്മൾ പൊട്ടിച്ച സിൽവർ കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് പീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലോഗോ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. IMEI കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള സാധനമാണ് കേട്ടോ. രണ്ടും 2 പേർക്ക് തരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പണാക്കി നമ്മളെ ഫോൺ ഇങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുന്നു. കുഞ്ഞൻ ലുട്ടാപ്പി സാധനം കണ്ട. ഇത്രയേ ഉള്ളൂ. കുഞ്ഞാപ്പി നമുക്ക് പിന്നെ കുഞ്ഞാപ്പി എന്ന് വിളിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിന് വലിച്ചൂരി എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു കേസ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ സിം ഇജക്ഷൻ പിന്നെ വലിയ ബ്രാൻഡുകൾ പോലും കേസ് തരുന്നില്ല. ഈ ഒരു കുഞ്ഞൻ സാധനം ഒരു കുഞ്ഞൻ കേസ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് സിലിക്കോൺ കേസ്. അത്യാവശ്യം കുഴപ്പമില്ലടേ. കുറച്ച് കഴിയുമ്പോൾ മഞ്ഞയാവുന്ന സാധനമാണ്. താഴെ വീണിട്ടൊന്നും സൗണ്ടൊന്നും കേട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് USB A to C ഒരു കേബിൾ പറഞ്ഞു കേട്ടോ. A to C ആണ് പറഞ്ഞത്. ദേ ആർ ഗിവിങ് C. ഓ മൈ ഗോഡ്. ഇപ്പം യൂണിവേഴ്സൽ C ആയടേ. ഞാൻ മാത്രമേ ലൈറ്റ്നിങ് ഉള്ള ഐഫോൺ കൊണ്ട് നടക്കണുള്ളൂ ഇപ്പോഴും. ബിക്കോസ് ഐ ലൈക്ക് 14 Pro Max. അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൊണ്ട് നടക്കുന്നത് കേട്ടോ. ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ അതിൻ്റെ ടെലിഫോട്ടോ ക്യാമറ. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് 17 Pro and Pro Max ഉള്ളൂ കേട്ടോ. 14 Pro Max കഴിഞ്ഞിട്ട് പിന്നെ 17 Pro അല്ലെങ്കിൽ Pro Max അത്യാവശ്യം നല്ല സാധനമുള്ളൂ. അല്ലെങ്കിൽ 15 Proയിലോട്ടൊക്കെ പോകണം C വേണമെന്നുണ്ടെങ്കിൽ. അതിനെപ്പറ്റിയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തറവില കേസ് എടുക്കട്ടെ, നമുക്കത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫോണ്. ഇത് ഞാൻ ഈ സ്റ്റിക്കർ ഇളക്കാത്തതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ കൊടുക്കാനുള്ളതാകുമ്പോഴും നമുക്ക് ആ ഒരു ഫ്രഷ് ക്വാളിറ്റിയിൽ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇളക്കാത്തത്. 3 ക്യാമറ, സെൻസർ, ഫ്ലാഷ്, ഇതൊക്കെ ഉണ്ട്. ഈ സെൻസറൊക്കെ വർക്കാണോ സെൻസറാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്താ ഇവിടെ വോളിയം ഡൗണ്, വോളിയം അപ്പ്, ദെൻ ഇവിടെ ലോക്ക് സ്വിച്ച് വരുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് സിം ഇടാനുള്ളൊരു സാധനം പറഞ്ഞുണ്ട്. Pro and 17 Pro Max സിം ഇടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഈ സിമ്മാണ്. ബെറ്റർ ട്രൈ ടു ബൈ ഈ സിം. കാരണം ബാറ്ററി കുറച്ചുകൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിമ്മിലോട്ട് പോകുക. സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഫോൺ ടു ഐഫോണിലോട്ട് ഈ സിമ്മിലൊക്കെ ആക്കാൻ ജസ്റ്റ് 2 hourൻ്റെ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറിൽ പോയാൽ സ്പോട്ടിൽ തന്നെ അവരാക്കി തരും. ഒക്കെ ഈ സിമ്മിലോട്ടൊക്കെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക എന്ന വിഷയമുള്ള. ലോകത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സിമ്മുള്ള ഫോൺ എടുക്കുന്നത് നല്ലത്. എല്ലാ കൺട്രിയിലും പോയി പെട്ടെന്ന് ഈ സിം അവൈലബിൾ ആവണമെന്നില്ല. താഴെ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. USB-C കൊടുക്കാനുള്ള സാധനം വരുന്നുണ്ട്. നമ്മൾ ലോങ് പ്രസ് ചെയ്ത് ഓണാക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഓണാക്കി. പീസ് എന്ന് പറഞ്ഞൊരു ലോഗോ വരുന്നു. ഒരു സാധാരണ ഫോൺ ആണെങ്കിലും കുറച്ച് സമയം കൂടി എടുത്തിട്ടാണ് ഓണാവുന്നത്. നമ്മൾ ഇങ്ങനെ പൊക്കണ സമയത്ത് നമുക്ക് അവിടെ ഡൈനാമിക് ഐലൻഡ് കാണും. ലോക്ക് മാറുന്നു. ഓപ്പണായി വരുമ്പോൾ ഐഫോണിൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ആപ്പിളിൻ്റെ ലോഗോസ്, ആപ്പിളിൻ്റെ എക്സാക്റ്റ് പഴയ ലോഗോസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സാധനങ്ങളൊക്കെ വരും. ക്യാമറയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ കാരണം പ്ലച്ചനെ നിൽക്കും ക്യാമറ. നമ്മളെ ബെൽമുടയിൽ അത്ര ക്യാമറ ക്വാളിറ്റി ഒന്നുമില്ല. ഞാനൊരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. സെൽഫി എടുത്ത് ക്ലിങ് എന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ട്. അത് പ്രോസസ്സായിട്ട് വരുമ്പോൾ ഇതാണ് ആ ഒരു സെൽഫി ക്വാളിറ്റി. കുഴപ്പമില്ലടേ. ഒരു ആൾക്കാരെടുത്ത് നോക്കുമ്പോൾ സെൽഫി എടുക്കുമ്പോൾ കുഞ്ഞ് ഫോണിനകത്ത് ഇങ്ങനെ വെച്ച് നമ്മൾ സെൽഫി എടുക്കുമ്പോൾ എല്ലാവരും കിട്ടും. അത്യാവശ്യം വൈഡറാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സെൽഫി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് റണ്ണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡാണ് റൺ ചെയ്യുന്നത്, നോട്ട് iOS. അപ്പോൾ ആൻഡ്രോയിഡാണ് റൺ ചെയ്യുന്നത്. ആദ്യമേ പറയുകയാണ്, നമുക്ക് iOS ഒന്നും കിട്ടത്തില്ല. ദെൻ ഡൈനാമിക് ഐലൻഡ് വർക്കിംഗ് ഫങ്ഷണലായിട്ടുള്ള ഡൈനാമിക് ഐലൻഡ് കാര്യങ്ങളൊന്നുമല്ല. അവിടെ ഒരു ബ്ലാക്ക് മാർക്കിങ്ങിനെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ.
ദെൻ നമുക്ക് ഗാലറിയിലൊക്കെ പോകണമെങ്കിൽ ഗാലറിക്ക് അകത്ത് കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ആൻഡ്രോയിഡ് തന്നെയാണ്. പുറമേ നമ്മൾ നോക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഐഫോൺ അല്ലെങ്കിൽ അകത്ത് ആൻഡ്രോയിഡ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ 4G സപ്പോർട്ടഡാണ് പറഞ്ഞത്. സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കാം. ലോഗിൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്യില്ല, ഒരാൾക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് യൂട്യൂബിലെടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു, ബേവോണർ എന്ന് അടിച്ചു നോക്കട്ടെ, ബേവോണർ എന്ന്. അപ്പം നാട്ടിൽ നമുക്ക് അത് സെർച്ച് ആയിട്ടുണ്ട്. നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. മുകളിൽ നിന്ന് വലിച്ചിട്ട് നമുക്ക് വൈഫൈ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. ജസ്റ്റ് എൻ്റെ വൈഫൈ കണക്ട് ചെയ്യുന്നു. ഫാസ്റ്റ് നോക്കാം. ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നോക്കണം. പാസ്വേഡൊക്കെ നമുക്ക് എന്താ ടക്കനെ നമുക്ക് കണക്റ്റ് ആവുകയാണ്. യൂട്യൂബിലോട്ട് പോകാം. ആൻഡ്രോയിഡാണ് കേട്ടോ, പക്ക ആൻഡ്രോയിഡാണ്. ബേവോണർ സെർച്ച് കൊടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് എന്നൊരു സംഭവമുണ്ട്, അതിൽ ഞെക്കിയാൽ സബ്സ്ക്രൈബ് ആവുന്നതാണ്. ചുമ്മാ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി കേട്ടോ. നമുക്ക് ഡിസ്പ്ലേ ഒക്കെ ഈ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ പറഞ്ഞത്. വൈഫൈ, ബ്ലൂടൂത്ത്, ബാക്കി ഫ്ലാഷ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ട ഫ്ലാഷ് ലൈറ്റ്, ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, ഓട്ടോ റൊട്ടേറ്റ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇത് ഗീവ് അവേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുവഴി കയറി നിങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ വരുന്ന 5-ാം തീയതിയാണ് രാത്രി 8 മണിക്ക് ലൈവിൽ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്കിത് അല്ലാതെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ ഒരു ഷോപ്പിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ഇതിനെപ്പറ്റി പറയാനായിട്ട്. ഇനി ഗ്രേയും ഇതേ സെയിം സാധനം തന്നെയാണ്, ഒട്ടിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം വന്നപ്പോൾ കാണിക്കുന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ, പുതിയ ഡിവൈസൊക്കെ ഇനിയും എടുത്ത് വേണം അടുത്ത് ചെയ്യാനായിട്ടുള്ളത്. ആക്ഷൻ ക്യാമറയിലെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടാതെ നമ്മളത് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. മറ്റേ അൺബോക്സിങ് വീഡിയോയിലൊക്കെ ഒരാളൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സാമ്പിൾ വീഡിയോ പോലും ഇല്ല എന്നുള്ളത്. 4K 50 FPS ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇൻറ്റർസെപ്റ്ററിൻ്റെ ചെയ്തിട്ടുണ്ട്, അതുവഴിയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഫുട്ടേജ് കാണാം. അല്ലാതെ പ്രോപ്പറായിട്ടുള്ള 1080p to 8K വരെ പറഞ്ഞ സാധനമൊക്കെ അതിനകത്ത് ഉടനെ തന്നെ വരുന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാതെ നമ്മളൊരു വീഡിയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ എടുപിടി എന്ന് പറഞ്ഞ ആൾക്കാരെടുത്തിടുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി പിടിച്ചേക്കണമല്ല. അപ്പം അതൊന്നും ഇല്ലാതെ അതിൻ്റെ എക്സ്ട്രീം എന്താണോ ആ ഒരു സാധനമായിട്ട് വരും. സോ അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും